മുഹമ്മ മേഖലയിൽ വീണ്ടും കവർച്ചാശ്രമം. തുരുത്തൻകവലയ്ക്ക് കിഴക്ക് പീടികവെളിയിൽ രാധാമണിയുടെ വീട്ടിലാണ് കവർച്ചാശ്രമം നടന്നത്. കുറുവാ സംഘമാണോ എന്ന സംശയം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. രാധാമണിയുടെ ബന്ധുവായ വിഷ്ണുപ്രിയയാണ് മോഷ്ടാവിനെ കണ്ടത്. വീട്ടുകാർ അകത്തിരുന്നപ്പോൾ വീടിനോട് ചേർന്നുള്ള പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്ന ശബ്ദം കേട്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കുറ്റിയിട്ടിരുന്ന വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തുന്ന ശബ്ദവും കേട്ടു. വീട്ടുകാർ ഭയചകിതരായി ഇരിക്കുമ്പോഴാണ് ജനാലയുടെ കർട്ടൻ നീക്കി യുവാവ് നോക്കുന്നത് കണ്ടത്. വീട്ടുകാർ ഉറക്കെ നിലവിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. റോഡരികിലാണ് രാധാമണിയുടെ വീട്. രാധാമണിയുടെ 2 വീടിന് തെക്ക് ഭാഗത്തുള്ള ഇടപ്പറമ്പിൽ നളിനിയുടെ വീട്ടിലെ പൈപ്പും തുറന്നിട്ടു. വീട്ടുകാർ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വാതിൽ തുറന്നില്ല. 2 ദിവസം മുൻപ് മുതൽ കാഴ്ചയിൽ മലയാളികളല്ലാത്ത 2 യുവാക്കൾ റോഡിലൂടെ നിരീക്ഷണം നടത്തി പോയിരുന്നതായി വിഷ്ണുപ്രിയ പറഞ്ഞു. അപ്പോൾ 2 പേര് വാച്ച് ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെയും കുഞ്ഞിൻ്റെയും മേത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞങ്ങളിവിടെ ഞങ്ങൾ നോക്കിക്കൊണ്ടാണ് പോയിരുന്നത്. അപ്പം ഞാനിവിടെ അനിയത്തിയോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടായി, ഈ ഒരു സംഭവം ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കണ്ടിട്ടൊരു മലയാളി ലുക്കല്ല, ഒരു തമിഴായിട്ട് തോന്നുന്നത്. കൂടെ തിങ്കളാഴ്ച മുതൽ പോകുമ്പോൾ 2 പേരുണ്ടായിരുന്നു. അതായത് ഒരു കാണുമ്പോൾ ഒരു കറുത്ത ഒരു ചെറുക്കനും ഒരു വെളുത്തിട്ടും കൂടിയായിട്ട് ഉള്ളവരായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോൾ ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. റോഡ് സൈഡ് തന്നെ വീടായതുകൊണ്ടാണ് ഭയങ്കരമായിട്ടും പേടിച്ച് ഞങ്ങൾ അന്ന് മുതലുള്ള പേടി. രാത്രി ഉറങ്ങാതെ രാവിലെ ആകുമ്പോഴായി കിടന്ന് ഉറങ്ങുന്നത്. വെള്ളിയാഴ്ച ഇത് 10:50 അതായത് 8 മണിക്ക് രാത്രിയിൽ കൊച്ചിന് ചോറ് കൊടുത്തോണ്ടിരുന്നപ്പോൾ ഇതിലും വഴി പാസ് ചെയ്തായിരുന്നു. ഒരു വലിയൊരു ബാഗ് ഉണ്ടായിരുന്നു, അത് വീടിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് ആ ചെറുക്കൻ എങ്ങോട്ടാ പോയെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് 10:50 ഈ വീട്ടിൽ ഇവിടെ വരുന്നത്. അതായത് 3 ജനലിൻ്റെ അവിടെ ഞാൻ കർട്ടൻ ഇട്ടിട്ടില്ലായിരുന്നു. അതിന് കർട്ടൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ മുണ്ട് വിരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പം ഈ ചെറുക്കൻ ഒരു ദിവസം അവിടെ അതായത് വെള്ളിയാഴ്ച 10:50 ഇവിടെ വന്നു. നടുക്കത്തെ ഡോറ് അടച്ച് കുറ്റിയിട്ടിട്ടില്ലായിരുന്നു. അത് പിന്നെ ലാസ്റ്റ് അവനത് തള്ളി തുറന്നു. ആ മുണ്ടും പൊക്കി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ അപ്പം തന്നെ വീടിനടുത്തുള്ളവരെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. ആ നിമിഷം തന്നെ പോലീസ് വന്നു. ആദ്യമാണെങ്കിൽ അവൻ വന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം സംശയം തോന്നിയത് പൈപ്പ് തുറന്ന് ടാപ്പിലെ വെള്ളം ശക്തമായി പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഡോറിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന നിഴലിൽ ജനലിൻ്റെ നിഴൽപ്പാളി വഴി പാസ് ചെയ്യുന്ന പോലെ തോന്നി. അതിനുശേഷമാണ് അവൻ ജനലിൽ ഇങ്ങനെ തുറന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട് കിടക്കുന്നത്. ബാഗും തൂക്കിയാണ് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇവരെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്നും വിഷ്ണുപ്രിയ പറഞ്ഞു. കായൽ തീരത്തുള്ള റിസോർട്ടുകളിൽ ജോലിക്കെത്തിയ അന്യസംസ്ഥാനക്കാരാണോ എന്നറിയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവർ അല്ലെന്ന് ബോധ്യമായി. ചൊവ്വാഴ്ച രാത്രി തണ്ണീർമുക്കം വാതാപറമ്പ് ക്ഷേത്രത്തിന് സമീപവും കുറുവാ സംഘത്തെ കണ്ടതായി വാർത്ത പരന്നിരുന്നു. വാതാപറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിൽ രാത്രി വൈദ്യുതി മുടങ്ങിയ നേരത്താണ് അന്യസംസ്ഥാനക്കാർ എന്ന് തോന്നുന്ന 4-അംഗ സംഘം എത്തിയത്. മഴയത്ത് കയറി വന്ന ഇവരെ കണ്ട് സ്ത്രീകൾ ശബ്ദമുണ്ടാക്കിയപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നിരീക്ഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 14-അംഗ കുറുവാ സംഘത്തിൽ സന്തോഷ് ചെൽവനെ മാത്രമാണ് പോലീസ് പിടികൂടിയത്. കളർകോട്, കോമളപുരം, മണ്ണഞ്ചേരി മേഖലകളിൽ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ സന്തോഷ് ചെൽവൻ്റെ കൂട്ടാളികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് പോലീസിൻ്റെ നിഗമനം. അന്വേഷണം ഊർജിതമായി തുടരുന്നു. വിൻമീഡിയ, ചേർത്തല.